മത്സമോളെ സ്കൂളിൽ പോണ്ടേ? സ്കൂള് തുറന്നു. ഹലോ, ഇന്ന് സ്കൂളിൽ പോണം. കാലത്ത് എൻ്റെ കളിക്കല്ല. വാ വാ, റെഡി ആവാൻ വാ. ഇന്ന് ഉച്ചവരല്ലോ. പേടിയുണ്ടാ സ്കൂളിൽ പോവാൻ? എന്നിട്ട് തോന്നണ ഇഷ്ടം തോന്നണ പേടിയാ തോന്നണ. ഒന്നും പഠിപ്പിക്കൊന്നുമില്ല. എന്നിട്ടേ ഉറക്കം മാറിയില്ലേ കുട്ടിയുടെ? നഖമൊന്ന് വെട്ടട്ടെ. നഖം വളർന്നു. ടേസ്റ്റ് കഴിയാറായിട്ടാ. കഴിഞ്ഞാ യൂണിഫോം അയൺ ചെയ്യാൻ പോയതാട്ടാ. യൂണിഫോം അയൺ ചെയ്യേണ്ടത് കുട്ടിയുടെ അച്ഛന്റെ കടമയാണ്. അല്ല അച്ഛന്റെ അവകാശം. കടമയല്ല. അവിടെ യൂണിഫോം നോക്കട്ടെ. ഇതാണ് കുട്ടിയുടെ യൂണിഫോം. മത്സമോളെ ഭക്ഷണം കഴിക്കാം. എന്തായി? ഞാൻ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയുടെ ഫേവറേറ്റ് ചേടാ ഉറക്കം വരുന്നിട്ടാ. കുറെ നാളായി സ്കൂളിൽ പോയിട്ട്. അമ്മ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട നൂലപ്പം പാലുണ്ടാക്കിയിട്ടുണ്ട്. ഹാപ്പി? ഉറക്കം തൂങ്ങി ഇപ്പൊ ഉറങ്ങി വീഴൂ. വൈകുന്നേരം ഉറങ്ങാൻ പറഞ്ഞ ഉറക്കല്ലേ. അല്ലെങ്കിൽ ഉറങ്ങാറൊന്നുമില്ല കേട്ടാ. അല്ല അല്ലെങ്കിൽ പിന്നാലെ നടക്കല്ലേ ചെയ്യാറ്. ഞാൻ എനിക്ക് കേക്കിന്റെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് 12 മണിക്കാണോ 1 മണിക്കാണോ കിടക്കണേ ആ സമയത്തൊക്കെ എടുക്കുള്ളൂ. സ്കൂളിലെ ദിവസമാണെങ്കിൽ ഞാൻ തല്ലൂടി പറഞ്ഞു വിടും, പോയി കിടന്നുറങ്ങി പറഞ്ഞിട്ട്. അല്ലാതെ ദിവസം എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. പിന്നെ എനിക്ക് ഇഷ്ടമല്ല അതിന്റെ പിന്നാലെ കിടന്ന് നടക്കണം. കഴിക്കാൻ വർത്താനം പറഞ്ഞിരുന്നാ പറയട്ടെ, നല്ല വണ്ടി വരും. പഞ്ചസാരണ്ടാ? സ്കൂളിൽ പോയി കഴിഞ്ഞാ ഏത് ഫ്രണ്ടിനെ ഫസ്റ്റ് കാണണമെന്ന് ആഗ്രഹം? ഹെയിലിനെ ഫസ്റ്റ് കാണണമെന്ന് ആഗ്രഹം. ഇന്നലെ മുതൽ പ്രാർത്ഥന. മകളുടെ സ്കൂളിൽ ഹെയിൽ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ഇന്നലെ മുതൽ പ്രാർത്ഥനയായിരുന്നു, ഈശ്വര ഹെയിൽ എന്റെ ക്ലാസ്സിലാവണേ പറഞ്ഞിട്ട്. പിന്നെ വേറെ ഏത് കുട്ടീനെയാ? ഫാനിയ. പിന്നെ ഹെയിലും ഫാനിയും. ഫാനിയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് മത്സവമുള്ള. ഫാനിയ ശിവന്യ. അങ്ങനെ പറയണ്ട, വേറെ വല്ല ഫ്രണ്ട്സിനെ മറന്നു വേണമെങ്കിൽ അവർക്ക് വിഷമാവും. ഇന്ന് ഉച്ചവരെ വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. പുതിയ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഷോ ഉണ്ട് സ്കൂളിൽ പോയിട്ട് അല്ലേ? കഴിക്ക്. എന്റെ മത്സമോളെ പന്തൊക്കെ മാറ്റി വെക്കി. എപ്പോ തൊട്ട് തുടങ്ങിയത് ഈ പന്ത് കളി? ഞങ്ങൾ സ്കൂളിൽ പോവാൻ റെഡി ആവാൻ പോവാട്ടാ. യെസ്. കഥം എവിടെ? ചീർപ്പ് എവിടെ? എപ്പോ ഇവിടെ ഉണ്ടായിരുന്നേ? ഞാൻ ഇവിടെ വെച്ച് ചീർപ്പല്ലേ ഇതായിരിക്കുന്നത്. അവിടെ ഇരിക്കേ. ഗൈസ് ഞങ്ങള് റെഡി ആവും പോട്ടാ. മത്സമോളുടെ സ്കൂൾ മേക്കപ്പ്. തല ഉണങ്ങിയിട്ടില്ല, മുടി സ്കൂളിൽ പോകാനാട്ടാ, കല്യാണത്തിനൊന്നല്ല. ഫസ്റ്റ് നമ്മള് വാച്ചിലെടുക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോ അത് റെഡി ആവില്ലേ. അപ്പൊ നമ്മള് വീണ്ടും എടുക്കേണ്ടി വരും. ചിലപ്പോ രണ്ടാമത്തെ പ്രാവശ്യം റെഡി ആവില്ലേ, മൂന്നാമത്തെ പ്രാവശ്യം റെഡി ആയില്ലേ, പിന്നെ നമ്മളുള്ളത് വെച്ച് ആക്കണം. ഇത് നമ്മളതിന് സമയം കളയാൻ പാടില്ല. എടുത്തിരി. അതിപ്പോ വലുതാവുമ്പോ കാണാം. വലുതാവുമ്പോ ഞാനും എന്റെ അമ്മയും തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവാറുള്ളത് ഈ മുടി കെട്ടലിന്റെ കാര്യം പറഞ്ഞിട്ട്. 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മ മുടി കെട്ടണമെന്ന് എനിക്ക് പറ്റില്ല. ഇവിടെ പൊന്തി അവിടെ പൊന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ അതിനേക്കാളും ദേഷ്യം എനിക്ക് മുടി കെട്ടി തരുന്നത്. പിന്നെ ഒരു കടമയുടെ പേരിൽ കെട്ടിത്തന്നത്. ഞങ്ങള് ഈ ബീഡ്സും ഈ ബാൻഡ്സും എന്റെ ഫേവറേറ്റ് ആണ്. ഇത് തല നിറച്ച് കുത്തി കൊടുത്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഇത് ഞാൻ വാച്ചിലെടുത്ത് വെച്ചതല്ലേ. ഇതാരെ പറഞ്ഞ ഫ്രണ്ടിക്ക് എടുത്തിട്ട് എന്നെങ്ങാണ്ട് നിക്ക്. ഞാൻ കെട്ടട്ടെ മുടി. അങ്ങനെ കെട്ടുമ്പോ തല തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കെട്ടും. ഓക്കെ, ഇപ്പൊ എന്റെ മത്സമോള് ഒരു കൊമ്പത്തിയായി. ഇനി അടുത്ത കൊമ്പ്.
അങ്ങനെ എൻ്റെ സുന്ദരിക്കുട്ടീനെ കൊമ്പിക്കുട്ടി. ഇനി നമുക്ക് റിബൺ കെട്ടാം. ഓക്കെ. പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴേ രമ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടി റിബൺ കൊണ്ട് ഇങ്ങനെ പൂക്കെട്ട് കെട്ടിയിട്ട് വരും. നല്ല ഭംഗിയായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് അപ്പോഴും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. സ്കൂളിലായിരുന്നു. റിബൺ കെട്ടി. ഇനി അടുത്തത് ആ യൂണിക്കോണ്ട് ഇതവിടെ. അടുത്തത് ഞങ്ങളുടെ ഒരു ക്ലിപ്പ്, യൂണിക്കോണ്ട് ക്ലിപ്പ്. ഇത് നല്ല ഭംഗിയാണ്. യൂണിക്കോൺ ബോക്സ്, യൂണിക്കോൺ ക്ലിപ്പ്, യൂണിക്കോൺ മാജിക് ബോക്സ്. ശരി, മാജിക് റബ്ബറിന്റെ ബോക്സ്. ഓക്കെ, മാജിക് റബ്ബർ ബോക്സ്. ഇവിടെ നമുക്ക് ബീഡ്സ് അല്ലാണ്ട് എനിക്കൊരു മേക്കപ്പ് ഇല്ല. ഇത് വിട്ടിട്ടൊരു കളി എനിക്കില്ല അല്ല മകള്. ക്രൗൺ വേണം. ഇതൊക്കെ തലയിൽ കുത്താ സ്ഥലല്ലേ? എനിക്ക് സ്ട്രോബെറി ഉണ്ട്, അത്ര ഇഷ്ടമല്ല. എന്താന്നറിയോ, അതിന്റെ കൈമ്മ കുത്തും. ഇതൊക്കെ തിരിച്ചോണ്ട് നല്ലോട്ടാ. ചില സാധനങ്ങൾ സ്കൂളിൽ കൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവരാറില്ലേ? ഇത് മതി, ഇത് മതി, ഇത് മതി, ഇത് മതി, ഇതാ ഭംഗി. ഇവിടെ യൂണിക്കോൺ ഉണ്ട് അവിടെ. അത് മതി, ഇത് മതി, ഇത് മതി. ഇതല്ലേ ഭംഗി. സ്കൂൾ വണ്ടി പൂട്ടാ. ആ കുത്തിണ്ട്. ലാവൻഡറും പച്ചയും വയലറ്റും കിളിപ്പച്ചയും മഞ്ഞ കുത്തിണ്ട്. ആ പൗഡർ, ക്രീം, സുന്ദരിക്കുട്ടി. വണ്ടി വരാറായി ഏകദേശം. കണ്ണ് പൊട്ടെടുത്തിട്ടില്ല അല്ലേ? ഏതാ വെള്ളപ്പൊട്ട കറുത്തപ്പൊട്ട വേണ്ടേ? പൗഡർ ഇത്തിരി കുറഞ്ഞു പോയി. ചേച്ചിക്ക് ഇഷ്ടമല്ല പൗഡർ ഇടുന്നത്. ആ പിന്നെ നാച്ചുറൽ ബ്യൂട്ടി കണ്ടാലും മതി. നാച്ചുറൽ ബ്യൂട്ടി ആരാ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ പൗഡർ ഇട്ടാ കറക്കുന്നു. അച്ഛൻ ഇടാറില്ലേ പൗഡർ? ഞാൻ ഇടാറുണ്ട്. ഇതാണ് എൻ്റെ മഹൽസക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോകണ പോലെ റെഡി ആവണം. ഓക്കെ, അപ്പൊ ഇനി മഹൽസക്കുട്ടിയുടെ ബാഗിൽ എന്തിട്ടൊക്കെയല്ലേ നോക്കണം. ഫസ്റ്റ് ദിവസമാണ് കേട്ടോ. ആള് തന്നെയാണ് ബാഗൊക്കെ ഒതുക്കി വെച്ചേക്കണത്. അതിൽ എന്തിട്ടൊക്കെയെന്നുള്ളതെന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു മഹൽസക്കുട്ടി. ഓ ആയിക്കോട്ടെ. ഫസ്റ്റ് ഡേ മഹൽസക്കുട്ടി കൊണ്ടുപോകുന്ന സാധനങ്ങളാട്ടാ. ഇത് അൺബോക്സിംഗ് ഉണ്ട്. പാന്, ഇവന്, പിന്നെ ഇവന്, പിന്നെ ഇതൊക്കെ തിരിച്ചുകൊണ്ട് വരണട്ടാ. പിന്നെ നമ്മുടെ മാജിക് ബോക്സ്, നമ്മുടെ പിന്നെ അപ്പൊ ഇതാണ് മഹൽസക്കുട്ടിയുടെ പൗച്ച്. ഫസ്റ്റ് ഡേ വലിച്ചു പൊട്ടിക്കല്ലേ. വേറെന്തിട്ടാ? പിന്നെ നമ്മുടെ ഇങ്ങനത്തെ സാധനം എന്നിട്ടാ അത്രയല്ലേ ഉള്ളൂ? വേറെ ഒന്നുമില്ലല്ലോ ബാഗില്? കർച്ചീഫ് ഉണ്ട് തോന്നുന്നു അല്ലേ? നമ്മ മേടിച്ചതല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് ഡേ. മത്സമോളി 4ാം ക്ലാസ്സിലേക്കാണ്. അപ്പൊ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ മത്സക്കുട്ടി ഇതൊക്കെയാണ് ബാഗിലിട്ട് കൊണ്ടുപോകണത്. നാളെ മുതൽ ഇനി ബുക്സ് നിറയുണ്ടോ, ടൈം ടേബിൾ കിട്ടണ കാരണം. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഷൂ ഇടണ ആളും യൂണിഫോം അയൺ ചെയ്യണ ആളും കുട്ടിയുടെ ഉച്ചക്ക് കാണാം. ഓക്കെ, ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം ഇത്ര നാള് കുട്ടി അടുത്തുണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോ ഒരു ചെറിയൊരു വിഷമമുണ്ട്. കുഴപ്പമില്ല, സ്കൂളിൽ പോണ്ട കുട്ടികൾക്ക്. വാ നടക്ക്. ചേട്ടാ, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കിട്ട് വരാട്ടാ.